ഇങ്ങനെ സഡൻ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഓവർ എക്സേർഷൻ, ഓവർ സ്ട്രെസ് നമ്മൾ മസിൽസിന് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു മസിൽ പെയിൻ, ഒരു പേശി വേദന എന്ന് പറയുന്നത് വരുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ആഷിത. പേശി വേദന അഥവാ പേശി വലിവ് അല്ലെങ്കിൽ നമ്മൾ മസിൽ ക്രാംസ്, മസിൽ പെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ചിലർക്ക് പെട്ടെന്നായിരിക്കും വളരെ ഭയങ്കരമായിട്ട് കയ്യിലോ കാലിലൊക്കെ ആയിട്ട് ഒരു പെയിൻ അനുഭവപ്പെടാം. അപ്പോൾ എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. പെട്ടെന്ന് ഇങ്ങനെ കോച്ചി പിടിച്ച പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ച പോലെയൊക്കെ ഇതാക്കി പെട്ടെന്ന് ഇങ്ങനെ കാലനക്കാൻ പറ്റാണ്ട് ഒരു നിമിഷം നമുക്ക് അങ്ങനെ കാലനക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചില സമയം വിരലുകളായിരിക്കും, നമ്മളെ തള്ള വിരലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കോച്ചി പിടിച്ച പോലെ ആവാം. വിരൽ അനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എണീക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അങ്ങനെ ആവുക. നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെ ഇരുന്ന് കാലനക്കാതെ ഇങ്ങനെ വെക്കും. എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ പെയിൻ എന്തുകൊണ്ടാണ്, എന്താണ്, ചിലപ്പോൾ മസിൽ ക്രാംസ് ആണെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെ പല രീതിയിലുള്ള വേദനകൾ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് കുറേ ചിലർ നോക്കും ഇത് മസിൽ പെയിൻ ആണോ അല്ലെങ്കിൽ ബോണിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടുള്ള വേദനയാണോ, ലിഗമെന്റ് ഇഞ്ചുറി ആണോ, ഇങ്ങനെ പല സംശയങ്ങളായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നോർമലി ആൾക്കാർ പെട്ടെന്ന് തന്നെ പോയി എക്സ്റേ ഒക്കെ എടുത്തിട്ട് കാര്യങ്ങൾ നോക്കും. അപ്പോൾ എക്സ്റേയിൽ ഒരു കാര്യം കാണുന്നുണ്ടാവില്ല, ബോണിനൊരു കുഴപ്പമില്ല എന്ന് കാണും. പക്ഷേ നമ്മൾ പുറമേ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻഫ്ലമേഷൻ പോലെ നീര് വെച്ച് ഇങ്ങനെ വീങ്ങിയ പോലെ ഉണ്ടായിരിക്കും ആ ഒരു നമുക്ക് വേദന ഉള്ള ആ സ്ഥലം. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ ചുവന്നിട്ട് റെഡ്നെസ്, ഭയങ്കര റെഡ്നെസ് ആയിട്ട് ടെൻഡർ ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും ആ ഒരു പോർഷൻ. അപ്പോൾ എന്താണ് ഉള്ളിലുള്ള ലിഗമെന്റ് എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ട് ഉണ്ടാവുക നോക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും ആവാൻ സാധ്യത ഇല്ല എന്ന് കാണുമ്പോൾ മസിൽ ക്രാംസ് എന്ന് നമ്മൾ മസിൽ ക്രാംസ് ചിലപ്പം ജസ്റ്റ് ഒന്ന് പേശി വലിവായിരിക്കും, പേശി വേദനയ്ക്കല്ല വേറെ ഒന്നും ഉണ്ടാവില്ല നമ്മളെത്തും. എങ്ങനെയാണ് നമുക്ക് ഒരു പേശി വേദന അല്ലെങ്കിൽ ഒരു പേശി വലിവ് സംഭവിക്കുന്നത്? അധികം ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു വർക്കിനെക്കാട്ടും കൂടുതൽ അധികമായ വർക്ക് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻ അവർക്ക് വരുന്നത്, മസിൽ ക്രാംസ് വരുന്നത്. ഇപ്പം നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സ്പോർട്സിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഓട്ട മത്സരത്തിന് പോയതിനു ശേഷം ഓടി വന്നതിന് ശേഷം ഭയങ്കര മസിൽ നമ്മൾ കാഫ് മസിൽസ്, നമ്മൾ കാലിൽ മുട്ടുന്ന താഴെ കാഫ് മസിൽസ് നമുക്ക് ഭയങ്കര പെയിനായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല, ഭയങ്കര വേദന നമ്മളിങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ ചെറിയ മക്കളിലൊക്കെ നമ്മൾ അധികമായിട്ട് കാണാം. അപ്പം പിന്നെ രാത്രിയൊക്കെ മക്കൾക്ക് നമ്മൾ കുറേ നേരം കാലിങ്ങനെ തടവി കൊടുത്തതിന് ശേഷം അവർക്കൊരു ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പതുക്കെയാണ് സ്റ്റെപ്സ് എടുത്ത് പതുക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമലി അല്ലാതെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് ചടപടയെന്ന് പറഞ്ഞാൽ എല്ലാ വേലയും ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടാകെ ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലൊക്കെ മസിൽ ക്രാംസ്, കൈയൊക്കെ ഭയങ്കര പേശികൾ ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ സഡൻ ആയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഓവർ എക്സേർഷൻ, ഓവർ സ്ട്രെസ് നമ്മൾ മസിൽസിന് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു മസിൽ പെയിൻ, ഒരു പേശി വേദന എന്ന് പറയുന്നത് വരുന്നത്. ആ സമയത്ത് നമ്മൾ മസിൽസിൽ എന്താ സംഭവിക്കുന്നത്? നോർമൽ ആയിട്ടുള്ളൊരു നല്ല രീതിക്കുള്ള ഓക്സിജൻ ഫ്ലോ അല്ലെങ്കിൽ ആ ബ്ലഡ് ഫ്ലോ കുറയാണ് നമ്മൾ മസിൽസിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ മസിൽസിലുള്ള പെട്ടെന്നൊരു എക്സേർഷൻ വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് നോർമലി കിട്ടുന്ന ആ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോയിനെക്കാട്ടും കൂടുതൽ ആവശ്യം വരുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടാതെ ആകുമ്പോഴാണ് പെട്ടെന്ന് ഈ മസിൽസ് അങ്ങോട്ട് കോച്ചി പിടിക്കുന്നതും പിന്നെ അത് നമുക്ക് വളരെയധികം വേദനയായിട്ട് മാറുന്നതും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ അധികം ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടി നോക്കണം. റിലാക്സ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാലൊക്കെ എന്താ പറയുക റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസിൽ ക്രാമ്പ് ആവുന്ന സമയത്ത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നീട്ടിയൊക്കെ വെച്ച് നമ്മൾ റിലാക്സ് ചെയ്യുന്നു. ബെഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കാല് നീട്ടി വെച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മൾ വെരിക്കോസ് വരുന്ന കണ്ടീഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലെന്താ സംഭവിക്കുന്നത്? നമ്മൾ ഞരമ്പുകൾ, നമ്മൾ അശുദ്ധമായ രക്തം കാലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് ഞരമ്പുകളിൽ ഇങ്ങനെ ചുരിഞ്ഞു കൂടിയ പോലെ അല്ലെങ്കിൽ കെട്ടിക്കിടന്നിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുന്ന പോലെയാണ് വെയിൻസ് നമ്മൾ കാണുന്നത് നമ്മളെ കാലുകളിൽ. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ മസിൽസിന് റിലാക്സേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മസിൽസ് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടി, കാല് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പം ബ്ലഡ് ഫ്ലോവും ആ ഒരു ഓക്സിജൻ ഫ്ലോവും കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ആ മസിൽ ക്രാംസ് അല്ലെങ്കിൽ പേശി വേദന, പേശി വലിവ് ഇല്ലാണ്ടായി കിട്ടും. അതിനുവേണ്ടി നമ്മൾ ബെഡിൽ കാല് നീട്ടി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ റിലാക്സ് ആണ് ചെയ്യുക. നമ്മൾ നോർമലി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒന്ന് കാല് കുറച്ച് ഉയരത്തിലേക്ക് വെക്കുകയാണ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെരിക്കോസ് കണ്ടീഷൻ നോക്കാം. വെരിക്കോസ് കണ്ടീഷൻ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കാലുകളിൽ അശുദ്ധ രക്തം അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫ്ലോ ബാക്ക് എന്താ പറയുക, നമ്മൾ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ അവിടെ കാലുകളിലുള്ള വെയിനിൽ അധികമായിട്ടും ഈ രക്തം ഇങ്ങനെ അടിഞ്ഞു കൂടണം. അത് എന്തുകൊണ്ടാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഹൃദയത്തിൽ മേലെ നിന്നും കാലിലേക്ക് താഴത്തേക്കുള്ള ഒരു ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. താഴെന്ന് പിന്നെ മേലേക്കുള്ള ഒരു ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാതെ എലാസ്റ്റിസിറ്റി ഒക്കെ ലോസ് ചെയ്തിട്ട് അതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്, ബ്ലഡ് വെസൽസിൻ്റെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനോട് സർവങ്കാസന, നമ്മൾ കാല് 90 ഡിഗ്രി മേലോട്ട് ഉയർത്തി വെച്ചിട്ട് വെക്കണമെന്ന്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമലി പറമ്പിലൊക്കെ നോക്കുകയാണ്, നമ്മൾ ഓസിട്ട് വെള്ളം ടാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉയരത്തുനിന്ന് ഓസിട്ട് താഴത്തേക്കാണ് നമ്മൾ ഓസ് വെക്കുന്നത്. അപ്പോൾ ഉയരത്തുനിന്ന് താഴത്തിലേക്കാണ് ആ ഫ്ലോ വരിക. അപ്പോൾ നമ്മൾ കാലിന് തിരിച്ച് അശുദ്ധ രക്തം നമ്മൾ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഉയരത്തിലേക്ക് വെക്കണം.
അപ്പോൾ ആളുകളോട് പറയുന്ന സമയത്ത് അവർ വേറൊരു ചെയറിലേക്കോ വേറൊരു സ്റ്റൂളിലേക്കോ ഒരു ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് വേറൊരു ചെയറിലേക്ക് നീട്ടിക്കുക, അല്ലെങ്കിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് കാല് നീട്ടി വെക്കുന്നതാണ്. ആ ഒരു സെയിം ഒരു പ്രതലത്തിൽ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഉയരത്തിലേക്ക് വെക്കണം, നമ്മൾ ഹൃദയത്തിൻ്റെ ലെവലിൻ്റെ മുകളിലേക്കെങ്കിലും വെക്കണം. അപ്പോൾ അതിനുവേണ്ടി 90 ഡിഗ്രി സർവങ്കാസനം നമ്മൾ 90 ഡിഗ്രി മേലോട്ട് വെക്കുക. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ രാത്രി എല്ലാം പരിപാടി നമ്മൾ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ പോകുന്ന തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ കാല് നമ്മൾ മതിലിനോട് ചേർത്ത് വെച്ച് 90 ഡിഗ്രി ഉയർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലഡ് ഫ്ലോ തിരിച്ച് ഉയരത്തിൽ നിന്ന് താഴത്തോട്ട് വരാനുള്ള ഒരു ഈസി ആയിട്ടുള്ള വേ നമ്മൾ തന്നെ നമ്മുടെ ബോഡിക്ക് കൊടുക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു മസിൽ ക്രാംസ് വരുന്ന സമയത്തും നമ്മൾ ആ ഓക്സിജൻ സപ്ലൈ മസിലിൻ്റെ റിലാക്സ് ചെയ്യാനുള്ളത് ഒന്ന് കാല് ഉയർത്തി വെക്കുകയാണെങ്കിൽ ആ റിലാക്സേഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കുക, ബ്ലഡ് ഫ്ലോ ഒക്കെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് മസിൽ ക്രാംസ് പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യും. അതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് പെയിൻ ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒട്ടും കാല് അനക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വല്ലാതെ കോച്ചി പിടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ് ഫോർമെൻറ്റേഷൻ വെക്കാം. ചൂട് വെക്കുകയും അതേപോലെ തന്നെ തണുപ്പ് മാറി ഫസ്റ്റ് ചൂട് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ചൂട് വെക്കുകയാണെങ്കിൽ പിന്നെ 10 മിനിറ്റ് കോൾഡായിട്ട് വെക്കാം. ഈ സമയത്ത് നമ്മളുടെ ഈ ചൂട് വെക്കുന്ന സമയത്ത് നമുക്ക് റിലാക്സേഷൻ ആ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ കോൾഡ് വെക്കുന്ന സമയത്ത് ആ ഒരു പേശി വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുകയും ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ പേശി മസിലിന് ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും ഇല്ലാതെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വേദനയും കാര്യങ്ങളും കൂടാനുള്ള സാധ്യതകളുള്ളത്. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ നമുക്ക് കാൽഷ്യം കുറവ് വരുമ്പോഴോ അല്ലെങ്കിൽ മെഗ്നീഷ്യം കുറവ് വരുമ്പോഴോ അതുപോലെ വൈറ്റമിൻ ഡി, ന്യൂട്രിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയുമ്പോഴേക്കും നമുക്ക് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറയുന്നതും അതേപോലെ തന്നെ ഇങ്ങനെ മസിൽ ക്രാംസ് അല്ലെങ്കിൽ പേശി വേദന, പേശി വലിവൊക്കെ വരാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിലുള്ള നല്ല പ്രോട്ടീൻ, നല്ല ഫാറ്റ്, നല്ല കൊഴുപ്പും കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ തന്നെ തടയാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നല്ല രീതിയിൽ നല്ല വെണ്ണ, നല്ല കൊഴുപ്പ്, നല്ല പാല്, തൈര്, മുട്ട, അതേപോലെ നല്ല മത്സ്യമാംസങ്ങൾ, പിന്നെ നല്ല പച്ചയില കറികൾ, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ പ്രോട്ടീന് വേണ്ടി നല്ല നട്ട്സ്, സീഡ്സ്, ഇങ്ങനെ കാഷ്യൂ നട്ട്സ്, ബദാമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളിതൊക്കെ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ, അത് തൈരൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേശി വലിവും പേശി വേദനയും കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹെൽത്തി നമുക്ക് കാണാം. താങ്ക് യു.